രസകരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കാറ്റിലും മലയിലും വെള്ളത്തിലൊന്നുമല്ല, വെള്ളത്തിലാണ്. പക്ഷേ ഇത് കടലിലെ വെള്ളത്തിലാണ്. നമ്മൾ ഇന്നത്തെ യാത്ര ചെയ്തത് നോഡി, ലെസർ നോഡി എന്നൊരു പക്ഷിയെ കാണാൻ. ഏകദേശം 21 നോട്ടിക്കൽ മൈൽ, അതായത് 38 അല്ലെങ്കിൽ 39 കിലോമീറ്ററോളം ഉള്ളിൽ പോയി. അതായത് നോട്ടിക്കൽ മൈലിൽ നമ്മുടെ കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കരയിൽ നിന്ന് ഒരു 12 നോട്ടിക്കൽ മൈൽ നമ്മൾ അകത്ത് പോകുമ്പോൾ തന്നെ അത് ഇൻ്റർനാഷണൽ വാട്ടർ ലെവലാണ്. 12 മൈൽ നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 22 കിലോമീറ്ററോളം ഉള്ളിൽ പോകുമ്പോൾ അത് നമ്മുടെ ഇൻ്റർനാഷണൽ വാട്ടർ ലെവൽ. ആ ഇൻ്റർനാഷണൽ വാട്ടർ ലെവലിൽ പോയി നമ്മളിന്ന് കപ്പൽ കണ്ടു, പറക്കുന്ന മീൻ കണ്ടു. പറക്കുന്ന മീനൊക്കെ കൺചിമ്മുന്ന നേരം കൊണ്ടാണ് പറന്നു പോകുന്നത്. നമുക്കത് ചിത്രം എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് വന്നാലേ പറ്റുള്ളൂ. രസകരമായ കാഴ്ചയിലേക്ക് സ്വാഗതം. കാഴ്ചയിലേക്ക് സ്വാഗതം. കാഴ്ചകൾ കാണുക, ദയവ് ചെയ്ത് അവസാനം വരെ കാണുക. എന്നാലേ ഇതിൻ്റെ രസകരമായിട്ട് കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും കാഴ്ചയിലേക്ക് വരെ രസകരമായിട്ട് അവസാനം വരെ കാണുക. താങ്ക് യു. അവസാനം വരെ കാണണമെന്ന് പറഞ്ഞതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കോമഡി നിറഞ്ഞ കുറച്ച് സീക്വൻസ് ഉണ്ട്. നമ്മൾ പോകുമ്പോൾ ഒരുപാട് കഴുത്ത് വേദനയും ഛർദ്ദിക്കാൻ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വെള്ളത്തിൽ കയറുമ്പോൾ നമ്മളിങ്ങനെ കുലുങ്ങുകയൊക്കെ ചെയ്താണ് പോകുന്നത്. ട്രെയിനിൽ പോകുന്നതോ അല്ലെങ്കിൽ ട്രക്കിൽ പോകുന്ന ഒരു കുലുക്കോ ആയിരിക്കില്ല ബോഡി ഷേക്ക് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് എടുത്തടിക്കും. പിന്നെ ഞാൻ ഇതിനു മുമ്പേ കടലിലൊക്കെ യാത്ര ചെയ്തതുള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇതിൻ്റെ കൂടെ ഉമാനാഥ് എന്നൊരു ചേട്ടനുണ്ട്. അദ്ദേഹവും കടലിൽ ഒരുപാട് യാത്ര ചെയ്തതാണ്. അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എന്നാലും കഴുത്ത് വേദനയും ഛർദ്ദലിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഉമാനാഥ് ഇടയിൽ കടലിലൊക്കെ ഇട്ട് ചാടി ഒരു നീന്തലൊക്കെ നടത്തി, അതിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള രാജ സാറും നമ്മുടെ സഞ്ജു സാറിൻ്റെയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ദയവായി വീഡിയോ അവസാനം വരെ കാണുക. താങ്ക് യു. ನೆಲ ಅದು ವಾನದ ಮೇಲೆ ಪಲಾನದು ಓಡದ ಮೇಲೆ ನೆಲ ಅದು ವಾನದ ಮೇಲೆ ಪಲಾನದು ಓಡದ ಮೇಲೆ ಬಂದಾಡುದು ತೇಡುದು ಒಣ್ಣ ಅಯ್ಯಾಹೋ
கடலை நரை வந்த பிறகே புரியுது உலகை. நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே. இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே. வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன். தீரா உள்ளூற்றை தீண்டவே இன்றே இங்கே மீழ்கிறேன். இங்கே இன்றே ஆகிறேன். இங்கே எவ்வளோ ஆழம் இருக்கும் இல்லையா? இது எப்படி ஒரு நல்ல ஒரு 30 இருக்கும். 30 அடி ஆழம். 30 மாறு. அப்படியே ஏறணும். அப்படியே ஏறி 2 தாவி சரி. சரி அப்புறம் அங்கேருந்து அடுத்த சைடு கொஞ்சம் முன்னாடி வந்தால் முட்டை வந்துடும். சரி. போயிட்டு அடுத்த அப்படியே போயிட்டு தூத்துக்குடி தூத்துக்குடி. விசாகப்பட்டினம் அப்போ இங்கிட்டு போனால் என்ன வருது? இதில் போனால் மூவாறு ஃபஸ்ட்டு செகண்டு விழியம் கோவளம். சரி. அப்படியே கொச்சி கொல்லம் போடி போட அப்படியே போயிட்டே இருக்கலாம். இங்கிட்டு போனால் அங்கே போனா மும்பை தாவூத் இப்ராஹிமை பார்த்துட்டு அப்படியே திருப்பி வந்துடலாம். உங்கள் ஃப்ரெண்டு தானே? அப்படி தானே? சரி. யாரோ போல் நான் என்னை பார்க்கிறேன். ஏதுமில்லாமலே இயல்பாய் சுடர் போல் தெளிவாய் நானே இல்லாத ஆழத்தில் நான் வாழ்கிறேன். கண்ணாடியாய் பிறந்தே காண்கின்ற எல்லாமும் நான் ஆகிறேன். இரு காலின் இடையிலே உரசும் பூனையாய் வாழ்க்கை போதும் அடடா. எதிர்காணும் யாவுமே தீண்ட தூண்டும் அழகா.